ഈ സിമ്പിളായിട്ടുള്ള ഒരു ഇയറിങ് നമുക്കൊന്ന് ചെയ്താലോ? വളരെ ഈസിയാണ് കേട്ടോ. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന കുന്തൻ സ്റ്റോണാണ്. കുന്തൻ സ്റ്റോണും കട്ട് ബീഡ്സും നമ്മുടെ സ്റ്റോൺ ചെയിനും മാത്രമേ ഉള്ളൂ. വാക്സ് സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വാക്സ് സ്ട്രിപ്പിലേക്ക് നമ്മുടെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ട് ബീഡ്സ് നിങ്ങൾക്ക് സൈസ് എങ്ങനെയുള്ളത് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. സൈസ് കാരണം ചെറുതും വലുതും പല സൈസിലുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇനി കളർ വേണമെങ്കിലും കളറും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോൺസ് വേണമെങ്കിലും സ്റ്റോൺസും വെക്കാം. അതിന് ഞാൻ സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്യുകയാണ്. ഈ സ്റ്റോൺ ചെയിൻ കവർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു ലെയറാണ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ വലിപ്പം കൂട്ടി ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. സ്റ്റോൺ ചെയിൻ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കാണും. അതെന്ത് ചെയ്യുക, അതിന് ശേഷം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് കട്ട് ബീഡ്സ് ജസ്റ്റ് ഒന്ന് നമ്മുടെ കുന്തൻ സ്റ്റോൺ അവിടെ വെക്കുകയാണ്. ഒരു റൗണ്ട് അങ്ങ് ഒരു ലെയർ വെച്ച് കൊടുക്കുക. അത് ഇയർ സ്റ്റഡായിട്ട് എടുക്കുന്ന ഹാങ്ങിങ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിളാണ്. കാരണം ഇത് ചെയ്യാൻ ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പല കളറിലൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് മാച്ചിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമ്മൾ ഓൾറെഡി കട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ചെയിൻ ഞാൻ പറഞ്ഞു, നമുക്കിനി താഴത്തെ പോർഷൻ വരുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ലെയർ എന്നുള്ളത് 2 ലെയർ ആക്കാം. അതെന്താ പറയുക, കളറായിട്ട് നമുക്ക് ചെയ്യാം, കളർ കൊടുക്കാം. അപ്പോൾ അത് ഏതാണ്, അവിടെ വേറെ സ്റ്റോൺസ് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ സ്റ്റോൺസ് ഒന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് സൈസിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ കൊടുക്കാം കേട്ടോ. അവിടെയും ഒരു റൗണ്ട് നമ്മൾ സ്റ്റോൺസ് കൊടുക്കുകയാണ്. ഈ കുന്തൻ സ്റ്റോൺ പലതരത്തിലുണ്ട്, പല കളറിൽ അവൈലബിൾ ആണ്. ഇത് മാറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം 2 ഹാഫ് കട്ട് ബീഡ്സ് ഡ്രോപ്പ് കൊടുക്കുകയാണ്. ഡ്രോപ്പ് അതൊരു പ്രത്യേക ഭംഗിക്കിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പിന് പകരം ലാസ്റ്റ് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ്സ് വേണമെങ്കിൽ നമുക്കവിടെ കൊടുക്കാം. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് വയ്ക്കുക, അതിനൊന്ന് അറേഞ്ച് ചെയ്യുക. അതൊരു പ്രത്യേക ഭംഗിയാണ്. വൈറ്റും ഗ്രീനും വരുന്നത് എന്താ പറയുക, സാരിക്കൊക്കെ മാച്ചിങ്ങിന് വന്നതാണ് കേട്ടോ. കണ്ടല്ലോ. അതിനുശേഷം ഇതിന് അറ്റാച്ച് ചെയ്യുക. ഞാൻ ഗ്രീൻ ബീഡ് എടുത്തിട്ടുണ്ട്. ഒരു ജമ്പിങ് റിങ്ങിലേക്ക് ആ ബീഡ് ഇട്ടു. അതിനുശേഷം നമ്മൾ ഗുങ്കുരു 2 സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ബീഡ്സ് എല്ലാം നമ്മുടെ ജമ്പിങ് റിങ് എടുക്കുക, അതിലേക്കാണ് ഇട്ടത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. കാരണം ഇത് ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. കണ്ടല്ലോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതിയാവും. കാരണം ഐപ്പിൻ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് അതിൽ കണക്ട് ചെയ്തെടുത്തു. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് മേളിലൊരു ഇത് ഐപ്പിനാണ് കേട്ടോ. ഈ ഐപ്പിൻ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കും. നമുക്ക് മേളിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം താഴെ ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. ഒരു റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് റൗണ്ടാണോ അതേതാണോ കറക്റ്റ് അതിനനുസരിച്ച് ഇതേണ്ട ഒന്ന് നമ്മുടെ ബാക്ക് സ്ട്രിപ്പ് കൂടെ കട്ട് ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം ഇനി പുറകിലേക്ക് ഇയർ ബാക്ക് സ്റ്റഡ് കൊടുക്കുക. ബാക്ക് സ്റ്റഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ചെയ്തില്ലേ, അതിൻ്റെ ഐപ്പിന് അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് പുറകിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത അതിൻ്റെ അതേ റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാക്സ് സ്ട്രിപ്പ് കൂടെ കട്ട് ചെയ്ത് ആ സമയത്തൊന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കും. അത് ഇളകി വരില്ല. അതിനാണ് പുറകിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് ചെയ്താലും മതി. ഞാൻ ഒറ്റയടിക്ക് അങ്ങ് ചെയ്തു. കണ്ടോ, അവിടെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.